വൈകിപ്പോയി. വൈകി ഞാൻ കാണാൻ. Good morning. Good morning, ma'am. 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 Prayer ചൊല്ലട്ടെ മാം. Yes, prayer. സ്റ്റാർട്ട് ചെയ്യണം മാം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാനന്ദനിരനായ ശക്തി നൽകണം, സത്യതയാൽ ജീവിതം ധന്യമാക്കണം, ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയെല്ലാം എല്ലാം ഏകമാണിന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം, ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. എല്ലാ സുഹൃത്തുക്കളും ടീച്ചർക്കും എന്റെ ശുഭദിനാശംസകൾ. പ്രേയർ ബൈ മോനിഷ. Okay. Thought of today. Thought of today. Another thought of today. Good morning, madam. Morning. Today's quote: education is the most powerful weapon which you can use to change the world. Nelson Mandela. Okay. Then sign in. ഞാനാണ് മാം. നമസ്കാരം. ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് സുഗതകുമാരി രചിച്ച ഒരു പാട്ട് പിന്നെയും എന്ന കവിതയിലെ ഏതാനും ചില വരികൾ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി, നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുമ്പോൾ, ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടിയിണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മേച്ചോടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ, ആർക്കുമല്ലാതെ വിളിച്ചതും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി, വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചു രാപ്പൂവന്ന നേരം, ഒരു പാട്ടു കൂടി പതുക്കെ മോളുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. Thank you, ma'am. Welcome, Adra ma'am, and all my dear friends to this class. Signing by Habiba from Thrissur. Okay. Very good morning to all. Vikenda. സുഖാണോ എല്ലാവർക്കും? Yes, ma'am. കുറെ നാളായി കണ്ടതുപോലെ. അതെ മാമിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത പോലെ. ആരെങ്കിലും വന്നോ? അതെ അതെ. ഓക്കെ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് വരുമ്പോൾ മാറും ഫേസ് കേട്ടോ. ഓക്കെ, നമ്മളിന്നൊരു ഡിബേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്ലാസ്സില്.
ആക്ടിവിറ്റി ആണ്, ഡിബേറ്റ് ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഡിബേറ്റ് ഓൺലൈനില്? ഇല്ല മാം, ഒരിക്കൽ ചെയ്യാന്ന് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഹായ് ജ്യോതി. ഹായ് മാം. ഹായ്. ഞാൻ ഇന്നാള് വേറൊരാളുടെ കാര്യം ചോദിച്ചല്ലോ, ഈ ശ്രീജ എന്നുള്ള കുട്ടിയത് കയറാറില്ല ആള്? ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടെത്തിയ നിങ്ങൾക്കറിയാമോ? അറിയില്ല. എന്തോ മാം, എനിക്ക് കട്ടായി പോയി കേട്ടു. അശ്വിനല്ലേ ഇപ്പൊ സംസാരിച്ചത്? അതെ അതെ. അശ്വിന, നമ്മുടെ ക്ലാസ്സിലെ ശ്രീജ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നോ? ശ്രീജ. ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കേറാറില്ലേ ക്ലാസ്സില്? ഇല്ല മാം, കൊറേ നാളായി കണ്ടിട്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് ഇല്ലേ നിങ്ങളുടെ ക്ലാസ്സിന്? ഗ്രൂപ്പിലെ ആള് ആക്റ്റീവ് അല്ല. അല്ല, ചേട്ടന്റെ അനിയന്റെയും വൈഫ്, അവര് രണ്ടുപേരും ഉണ്ടായിരുന്നു ഗ്രൂപ്പില്. എനിക്ക് തോന്നുന്നു ശ്രീപ്രിയ, ശിവപ്രിയ, അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. ആളോട് ചോദിച്ചാൽ ചിലപ്പോ അറിയായിരിക്കും. ശ്രീജന ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിൽ കയറിയിരുന്ന ആളാണ്, ആക്ടിവേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവ് അല്ല മാം. ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് ചോദിച്ചു നോക്കാം, എന്താണെന്ന് അറിയില്ല. തമന്ന ഒരു ട്രാവലിംഗിലാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. യെസ്, നമ്മളെ ഡിബേറ്റ് അറിയാലോ നിങ്ങൾക്ക്. കുറച്ചു പേര് അതിനെ അനുകൂലിച്ച് പറയുന്നവരായിരിക്കും, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. കുറച്ചു പേര് പ്രതികൂലിക്കുന്നവരായിരിക്കും. ലൈക്ക് ഇത് ചെയ്യുന്നവരും ഡിസിഗ്രി ചെയ്യുന്നവരുണ്ടാവും. നിങ്ങള് ആലോചിച്ചിട്ട് ടോപ്പിക്ക് കേൾക്കുമ്പോ ഇതെങ്ങനെ പറയും എന്നുള്ളൊരു ചിന്താഗതി തോന്നുമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ മതി. യെസ്, നമുക്ക് ചെയ്തു നോക്കാം. നമ്മളിവിടെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഡിബേറ്റും കൂടി ആവട്ടെ അല്ലെ? ഓക്കെ. യെസ്, അതായത് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം സ്കൂൾ ഓർ ഫാമിലി. ഡിസിപ്ലിൻ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ഫ്രം, കുട്ടികളില് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണോ അഥവാ ഫാമിലിയിൽ നിന്നാണോ? ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടിയെ സ്വാധീനിക്കുന്നത്? ഫാമിലിയിൽ നിന്നായിരിക്കും. പക്ഷെ കൂടുതൽ മോള് ശ്രദ്ധിക്കുന്ന ടീച്ചേഴ്സ് പറയുമ്പോഴാണ്. ഒരു മിനിറ്റ്. ഞാൻ പേര് വിളിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ? മതി, അങ്ങനെ മതി മാം. ഓക്കെ, മുനീറ പറയൂ. എന്റെ മുനീറ പറയുന്ന കാര്യങ്ങള് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് മുനീറനെ പ്രതികൂലിച്ച് സംസാരിക്കാം കേട്ടാ. പ്രതികൂലിച്ചും സംസാരിക്കാം. ഞാൻ പറയുമ്പോ ഫാമിലിന്ന് കുട്ടികൾ പഠിക്കെങ്കിലും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുമ്പോ അത് കൂടുതൽ പോലെ ഉൾക്കൊണ്ടിട്ട് പിന്നെ അതുപോലെ ചെയ്യുന്നത്. മറ്റത് കേൾക്കുന്നല്ലാണ്ട് അത്ര പ്രാധാന്യം കൊടുക്കൂല. അതെ. മുനീറ പറയുന്നത് വീട്ടിൽ നിന്നാണെങ്കിൽ കൂടി സ്കൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് അല്ലെ? അത് ഞാൻ പറയാനൊരു കാരണം എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുന്ന നമ്മളൊക്കെ വീട്ടിൽ നിന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുമെങ്കിലും പിന്നെ ചെറിയ മോള് അംഗനവാടി പഠിക്കുന്നതാ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് വേണ്ടാത്ത സാധനം ഞാൻ പാത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓള് തന്നെ എന്നോട് പറഞ്ഞ ടീച്ചർ പറഞ്ഞിക്ക് അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം, പുറത്തിടരുത് എന്നുള്ള കാര്യം. ഇത് നമ്മള് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്താലും ഓല അത് കേൾക്കും, പക്ഷെ എന്നാലും ഓല് പുറത്തിട്ടേച്ചൊക്കെ ഓല് പോകും. പക്ഷെ ടീച്ചർ പറയുമ്പോ അതിനൊരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ശരി, ആരാണ്? ഇല്ല, നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ നിങ്ങൾ തന്നെ പറയാം. വിളിക്കുന്നില്ല. ഞാനും അതിനോട് അനുകൂലിക്കുന്നു. അനുകൂലിച്ച് എന്താ പറയാൻ പോകുന്നത് അത് പറയണം. അല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ കുറച്ച് വീട്ടിലെന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള പ്രായം, അതായത് തിരിച്ചറിയുന്ന പ്രായം ആകുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കും. അപ്പൊ നമ്മളെ കണ്ടിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, ഒരു കോർഡിനേഷൻ ഉണ്ട്.
അപ്പോ ടീച്ചർ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചിട്ട് അവരത് ആ റൂൾസ് അവര് ഏറ്റെടുക്കും. അപ്പം അവര് അതിനെ അങ്ങ് ഉൾക്കൊണ്ടിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ടീച്ചർ എന്നോട് പറഞ്ഞത് ആ സമയത്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പൊ അവർക്ക് അതിനൊരു ഡിസിപ്ലിൻ അവരിലൂടെ തന്നെ അങ്ങനെ ക്രിയേറ്റഡ് ആവും. അപ്പൊ അത് ഒരു നേരെ വീട്ടിൽ വന്ന് നമ്മളോട് പറയും, ഇങ്ങനെയാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നമുക്കും കൂടി അവരത് പറഞ്ഞു തരും. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി കൂടുതൽ അങ്ങനെയാണ്. ഇപ്പൊ ജനിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണ്, കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സ്കൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, സ്കൂളിൽ ടീച്ചേഴ്സുമായിട്ട് കൂടുതൽ കുറച്ചുകൂടി ഇന്റിമസി ഉണ്ടാവും. അപ്പൊ അവർക്ക് വീട്ടിൽ നമ്മളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് അവർ ഷെയർ ചെയ്യും. കുഞ്ഞുങ്ങളിപ്പോ ഈ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സിനോടായിരിക്കും അവര്. ചില ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആകാനായിട്ടുള്ളവരാ. അപ്പോൾ ചില ടീച്ചേഴ്സ് കുട്ടികളെ അവര് സ്വന്തം മക്കളെ പോലെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടായിരിക്കും. അപ്പൊ അതൊക്കെ ചോദിച്ചറിയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇന്നതുപോലെ ചെയ്യണം, അത് ടീച്ചർ പറഞ്ഞു തന്നതാണ് എന്ന് അവർ ഉൾക്കൊണ്ടിട്ട് അവർ ആ ഒരു രീതിയിൽ ആ ഒരു വേയിൽ അവര് പോകും. അപ്പൊ അവർക്ക് സ്വതവേ അവർക്ക് ആ ഒരു ഡിസിപ്ലിൻ വന്നോളും, അവരുടെ ക്യാരക്ടറിൽ അങ്ങനെ ആയിക്കോളും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എനിക്ക് അതുകൊണ്ടാണ് അതിനോട് അനുകൂലിക്കാൻ സാധിച്ചത്. ഫാമിലിനെയാണോ സ്കൂളിനെയാണോ പറയുന്നത്? സ്കൂളിനെയാണ്. ഓക്കെ. ഇനി വേറെ ആരാണ്? മാം ഞാൻ സ്കൂളിൽ മാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഫാമിലി എന്ന് പറയുമ്പോൾ പല സിറ്റുവേഷനിൽ നിന്ന് പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും ഒരേ കണ്ണിൽ കാണുന്നു, ഒരേ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നു, ഒരേ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലൂടെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടുള്ള റിലേഷനിലോ ഒക്കെ അവർക്ക് കൂടുതൽ തുറന്നു പറയാനും കളിക്കാനും ചിരിക്കാനും കുറച്ചും കൂടി ഫ്രീ മൈൻഡഡ് ആണ് അവര്. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് കുട്ടികളുടെ മൈൻഡ് മാറുന്നത്. എപ്പോഴും അവരുടെ മൈൻഡ് അല്ലേ, അവര് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കിനും അവർക്ക് പെട്ടെന്ന് അവർക്ക് മൈൻഡിൽ അവർ അത് ഏൽക്കും, സന്തോഷമാണെങ്കിലും ഒക്കെ. അപ്പൊ അവരുടെ സ്വഭാവത്തിലും അത് അവരെ അഫക്റ്റ് ചെയ്യും. അപ്പോ സ്കൂളിലാകുമ്പോൾ അതൊക്കെ അവർ മാനേജ് ചെയ്തിട്ട് ടീച്ചേഴ്സുമായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് അത് ഒരു ഡിസിപ്ലിൻ പോലെ അവരുടെ ക്യാരക്ടറിൽ അത് ഓൾറെഡി അവർ വന്നോളും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് സ്കൂളിനെ അനുകൂലിച്ചത്. ഓക്കെ, അർച്ചന. ഇനി ആരാണ്? പറയട്ടെ മാം. പറഞ്ഞോ, സുമയ പറഞ്ഞോ. മാം ഞാൻ സ്കൂളിനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. സ്കൂളിൽ സപ്പോർട്ട് ചെയ്ത്. ഓക്കെ. അതെ, അതായത് ഇപ്പൊ നമ്മുടെ എല്ലാ സ്കൂൾ വീടുകളിൽ ഇപ്പൊ 1-2 കുട്ടികളല്ലേ കാണത്തുള്ളൂ. സ്കൂളുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികളുമായിട്ട് അവർക്ക് കൂടുതൽ ഇടപഴകാനും ഷെയറിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവർ ഷെയറിങ് പഠിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്തവർക്ക് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫുഡ് ഇല്ലാത്ത കുട്ടിക്കാണെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കാനായാലും പെൻസിലോ സ്കെയിലോ ഇറേസറോ എങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുത്ത് ഷെയറിങ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കളിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് അവർക്ക് വളരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ടും സ്കൂളിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. വീട്ടിൽ കിട്ടുന്നില്ലെന്നല്ല, വീട്ടിൽ കിട്ടുന്നതിൽ കൂടുതൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നായാലും അവരുടെ സഹപാഠികളുടെ കയ്യിൽ നിന്നായാലും അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ശരി. വെരി ഗുഡ്. ഞാൻ പറയാം. മാം സ്കൂളിലാണ് ഡിസിപ്ലിൻ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാലും ഫാമിലിയിൽ അത് അവരുടെ ആദ്യം ബേസിക് ആയിട്ട് കുട്ടികൾക്ക് ഫാമിലിയിൽ നിന്നാണല്ലോ അതിനുള്ളത് കിട്ടുന്നത്. അപ്പൊ ഞാൻ മറ്റേത് ശരിയാണെന്ന് പറഞ്ഞാലും ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞതിനോട് അതിനോട് ഞാൻ അനുകൂലിക്കുന്നു. അതെ എന്നുവെച്ചാൽ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ പഠിക്കാൻ ആദ്യം വരുമ്പോൾ ഫാമിലിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഫാമിലിയാണ് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഉറവിടം എന്ന് പറയുന്നത്. കിട്ടുന്നത് അവർക്ക് ഫാമിലിയിൽ നിന്നാണെന്നാണ് അതാ ഞാൻ ഉദ്ദേശിച്ചത്.
യെസ് ഉഷ. മാം ഞാനും ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാം. കാരണം പണ്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ഇപ്പൊ ഉള്ള പാരന്റ്സിന് നന്നായിട്ട് തന്നെ മക്കളെ എങ്ങനെ വളർത്തുന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ മാക്സിമം ഇപ്പൊ ഞാനായാലും ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും കുട്ടികളെ ഒരു പ്രായം കുറച്ചൊരു 1 വയസ്സ് 2 വയസ്സ് ആകുമ്പോഴത്തേനും അവർക്ക് നമ്മൾ മാക്സിമം ഡിസിപ്ലിൻ നമ്മൾ വീട്ടിൽ തന്നെ കൊടുത്ത് വളർത്താറുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ പഠിപ്പിച്ചാണ് സ്കൂളിലോട്ട് വിടുന്നത്. അപ്പൊ അവര് ഓൾറെഡി അവിടെ എത്തുമ്പോഴേക്കും ബേസിക് ആയിട്ട് വേണ്ട കുറെ കാര്യങ്ങൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പാരന്റ്സ് നല്ല കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾക്ക് ഡിസിപ്ലിൻ വരുന്നത് വീട്ടിൽ തന്നെയാണ്. പിന്നീട് അതിന് ഈ പ്രായത്തിനുള്ള അനുസരിച്ച് മാറ്റങ്ങൾ പിന്നീട് അല്ലെങ്കിൽ ചുറ്റുപാട് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത് സ്കൂളിൽ എത്തുമ്പോൾ മാറുന്നു. സോ ഫാമിലി സപ്പോർട്ടാണ് ഓക്കെ മാം ഞാൻ മസ്തിഫ. സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയാണ് മാം. സ്കൂളിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ടൈം പങ്ക്ച്വാലിറ്റി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ ഉണ്ടാവും. പക്ഷെ എന്ത് പറഞ്ഞാലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഷെയറിങ്ങും ഇത് മാത്രമല്ലല്ലോ. നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു സ്റ്റുഡന്റിനെ അയക്കുമ്പം യൂണിഫോം പങ്ക്ച്വൽ ആയിരിക്കണം. അതെല്ലാം നമ്മളെ പാരന്റ്സിനെ കൊണ്ടേ പറ്റൂ, ഒരിക്കലും ടീച്ചേഴ്സിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല. നമ്മളെ യൂണിഫോം, ഹെയർ അതെല്ലാം ക്ലീനും പങ്ക്ച്വൽ ആയിരിക്കണം. അത് അങ്ങനെയല്ല ഡിസിപ്ലിൻ ചെയ്യാൻ പാരന്റ്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ടൈമിന് ബ്രഷ് ആക്കാൻ, ബാത്ത് ചെയ്യാൻ അങ്ങനത്തെ പങ്ക്ച്വാലിറ്റി എല്ലാം പാരന്റ്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് കാണുന്നത് നൈറ്റിലുള്ള ആയതുകൊണ്ടാണ്. അപ്പം പാരന്റ്സിന് മാത്രമേ നൈറ്റ് പിള്ളേർ പോകുന്നതും കുട്ടികൾ പോകുന്നതൊക്കെ തടയാൻ പാരന്റ്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഒരിക്കലും ടീച്ചേഴ്സിനെ കൊണ്ട് അതൊന്നും തടയാൻ പറ്റില്ല. നമ്മൾ ആ ഡിസിപ്ലിനൊക്കെ പഠിപ്പിക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്, ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് കാണിച്ചു കൊടുക്കണം ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. ഫാമിലിയിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ അതെല്ലാം ചെയ്യാൻ പറ്റൂ. ഓക്കെ വെരി ഗുഡ്. ഞാനും ഫാമിലിയാണ് ചെയ്യുന്നത്. ഹലോ ക്ലിയർ അല്ല, ഒന്നുകൂടി പറയാം. കേൾക്കാവേ? ഞാനും ഫാമിലി ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് സ്റ്റാർട്ടിങ് ഫാമിലിയിൽ നിന്നാണ് ഡിസിപ്ലിൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ പേരൻസ് ഓൾമോസ്റ്റ് എല്ലാരും അവയർനെസ് ഉള്ളവരാണ്. ആ കുട്ടികളെ പഞ്ച്വലായിട്ട് നമ്മളിപ്പോ ഒരു സ്കൂളിൽ പ്ലേ സ്കൂളിൽ തന്നെ വിടുകയാണെങ്കിൽ സമയത്തിന് എണീപ്പിക്കുക, സമയത്തിന് കുളിക്കുക, ടൈമിനകത്ത് സ്കൂളിൽ എത്തിക്കുക, അത് തുടങ്ങിയിട്ട് അവിടെ തൊട്ടേ നമ്മൾ കുട്ടികളെ പഞ്ച്വലി പഠിപ്പിക്കുകയാണ്. അവിടെ നിന്നാണ് കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത്. സ്കൂളിൽ എത്തിയിട്ട് ടീച്ചേഴ്സ് പറയാണ് ഷെയർ ചെയ്യൂ, നിങ്ങൾ ഫുഡൊക്കെ ഷെയർ ചെയ്യൂ. പക്ഷെ വീട്ടിൽ നിന്ന് പേരൻസ് പറയാണ് മക്കളില്ലാത്തവർക്ക് നിങ്ങൾ കുറച്ച് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, സ്നാക്സ് കൊടുക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോഴും അവർക്ക് ആ ഒരു ബോധമുള്ളത്. ടീച്ചർ പറഞ്ഞ ഉടനെ അവർക്ക് അങ്ങനെ അത് മനസ്സിലാവണമെന്നില്ല. ഞാനും ഫാമിലിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ വെരി ഗുഡ്. ഞാൻ പറയട്ടെ മാം. ഞാനും ഫാമിലിയാണ് മാം സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിലിയിൽ നിന്നാണ് ഒരു കുട്ടിയല്ല ഡിസിപ്ലിൻ നന്നായിട്ട് പഠിച്ചു പോകുന്ന ഫാമിലിയിൽ നിന്നാണ്. കാരണം സ്കൂളിലായാലും അവർ കുറച്ച് സമയം മാത്രമേ ടീച്ചേഴ്സിൻ്റെ കൂടെ അവരുടെയൊക്കെ സ്പെൻഡ് ചെയ്യണുള്ളൂ. കൂടുതൽ സമയവും അവർ ഫാമിലി ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ സ്കൂളിൽ പോയി ടീച്ചർ പറയുമ്പോൾ അവർ കുറച്ച് അനുസരിക്കുന്നുണ്ട്. നമ്മൾ അമ്മമാർ പറയുന്നതിനേക്കാളും ടീച്ചർമാർ പറയുമ്പോൾ അവർക്ക് സ്നേഹം ടീച്ചർമാരുടെയാണ്. അപ്പൊ അവർ അനുസരിക്കുന്നുണ്ട്. എങ്കിലും നമ്മളാണ് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുത്ത് വിടുമ്പോൾ അതുപോലെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല സ്കൂളുകളിലും കാണാം ടീച്ചേഴ്സ് നല്ല സ്കൂളൊക്കെ ആയിരിക്കും, പക്ഷെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ നല്ല പേരായിരിക്കും, നല്ല ടീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പേരൻസ് കൺട്രോൾ ചെയ്താൽ മാത്രമേ അവർ പുറത്തിറങ്ങിയാൽ ആ ഒരു ഡിസിപ്ലിൻ അവർ കീപ്പ് ചെയ്യുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയട്ടെ, ഒരു കുട്ടിക്ക് ആദ്യത്തെ മെന്റൽ സപ്പോർട്ടും ഡിസിപ്ലിനും ഒക്കെ കിട്ടുന്നത് വീട്ടിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്നാണ് ഫസ്റ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടി അംഗൻവാടിയിൽ ചേർന്നു, പിന്നെ LKG അതുപോലെ സ്ഥാപനത്തിൽ എത്തുമ്പോഴാണ് പിന്നെ ടീച്ചേഴ്സ് കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ഫാമിലി സപ്പോർട്ട് തന്നെയാണ് കുട്ടിക്ക് കിട്ടുന്നത്. മെന്റൽ സപ്പോർട്ടായിട്ട് ഫാമിലിയുടെ ഡിസിപ്ലിൻ എല്ലാം ഫാമിലിയിൽ നിന്ന് കണ്ടു തന്നെയാണ് ഒരു കുട്ടി വളരുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ് വളരുന്തോറും ഓരോരോ ക്ലാസ്സിലെത്തുന്നത് പോലും ടീച്ചേഴ്സ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ശരി. ഞാനും ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താന്ന് വെച്ചാല് ഒരു ചെറിയ കുട്ടി പാല് കുടിക്കുമ്പോൾ പോലും ഡിസിപ്ലിന് ഇതാകുന്നുണ്ട്. പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് കരച്ചിൽ നിർത്തുന്നില്ലേ? അപ്പൊ ആ ചെറുപ്രായത്തിൽ തന്നെ ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ടല്ലോ.
ആ ഡിസിപ്ലിൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ സ്കൂളിലേക്ക് പോകുന്നുള്ളൂ. അത് പിന്നെ അത് നിരന്തരമായി ഫോളോ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഫാമിലിയിൽ നിന്ന് ഡിസിപ്ലിൻ പഠിച്ചിട്ട് അത് സ്കൂളിൽ നിന്ന് ഫോളോ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മാം ഞാനും ഫാമിലി കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. ആ മാം സ്കൂളിനുള്ളിൽ തന്നെ നിൽക്കാതെ കുറച്ചും കൂടി ഇതായിട്ട് ചിന്തിക്കാൻ നോക്കാം. പറഞ്ഞോളൂ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഒന്നും കൂടെ കൂടുതൽ ഫാമിലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ബേസിക് സ്റ്റാർട്ട് നമ്മൾ ചെയ്യണത് കണ്ടിട്ടാണ് അവര് ചെയ്യണത്. നമ്മള് നീറ്റ്നെസ് ആയിട്ട് ചെയ്താലും നമ്മള് അല്ലെങ്കിൽ ചിട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് കാണുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. പിന്നെ കുറെയൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ചെയ്യണ കണ്ട ചിലപ്പോൾ അവര് അങ്ങനെയാണ് ഉമ്മ ചെയ്യണത്, അപ്പൊ നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള തോട്ട് വരും. പിന്നെ വലുതാവും തോറും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്കൂളിൽ പോയാലാവും കൂടുതൽ അവര് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ എന്റെ മോന് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഭയങ്കര സ്മാർട്ടാണ്, പക്ഷെ സ്കൂളിൽ പോയാൽ സൈലന്റ്. അപ്പൊ ടീച്ചർ പറയും അവൻ പാവാണ്, പക്ഷെ വീട്ടിലെ ആള് ജഗതില്ലാളിയാണ്. അപ്പൊ രണ്ട് ക്യാരക്ടറുള്ള കുട്ടികളുണ്ടാവും. അപ്പം ടീച്ചർമാരും കംപ്ലീറ്റ് ഡിസിപ്ലിൻ ആണ്, അവൻ അടിപൊളിയാണെന്ന് പറയും. ഞാൻ പറയും വീട്ടിലിങ്ങനെയല്ല, പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പൊ ഓരോ കുട്ടികളനുസരിച്ചിരിക്കും ഡിസിപ്ലിന്റെ കാര്യങ്ങളും. പക്ഷെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഫാമിലിയാണ്. ഹലോ മാം. ഹലോ ഹലോ മാം. ഞാൻ ഫാമിലിനെയും സ്കൂളിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം, വീട്ടിൽ നിന്നാണ് കുട്ടികൾ ചെറുപ്പം മുതലേ ഒരു ക്രമം, ഭക്ഷണത്തിന്റെ ആണെങ്കിലും അച്ചടക്ക കുറെ പഠിക്കുന്നുണ്ട്. സ്കൂളിലാകുമ്പോൾ അടങ്ങിയിരിക്കാനും കുറെ കാര്യങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ചെയ്യാനൊക്കെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. ഇപ്പൊ പഠിത്തം ഇരുന്ന് അടങ്ങിയിരിക്കുന്നൊക്കെ വീട്ടിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾ എപ്പോഴും പൊതുവെ. വീട്ടിലാകുമ്പോൾ ഓടി നടന്ന് നമ്മൾ പറയുന്നതൊക്കെ അത്രയാണ്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തില് എല്ലാവരുമായിട്ടും കൂടിയിരുന്ന് പഠിക്കാനും അടങ്ങിയിരിക്കാനും ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. വീട്ടില് ഇപ്പൊ വലിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിലെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതം, സ്വഭാവം ഒക്കെ അവരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മാത്രമല്ല, ഇപ്പൊ മുതിർന്നു വന്നാലും നമ്മുടെ ജീവിത രീതികള്, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹം, അതൊക്കെ അവരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും രണ്ടും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ. അതായത് ഞാൻ സ്കൂളിനാണ് സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പം നമ്മള് എല്ലാവരും പറഞ്ഞ പോയിന്റ്സുകൾ അവർക്ക് ഓർമ്മയുണ്ടല്ലോ, ആരെന്തിനൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന്. ഞാൻ സ്കൂളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മളെ കുട്ടീനെ ഡിസിപ്ലിൻ സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞു എല്ലാവരും. പക്ഷെ ഒരു കുട്ടി അങ്ങനെ പ്ലേ സ്കൂൾ മുതൽ ആ കുട്ടി ഒരു ലെവലിൽ എത്തിപ്പെടണമെങ്കിൽ അത് സ്കൂളിൽ തന്നെ ആയിരിക്കും എത്തിപ്പെടുക. ആ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്ത് എനിക്ക് കഴിയും എന്നുള്ള രീതിയിൽ എത്തിക്കുന്നത് സ്കൂളുകളിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിലി ഇമ്പോർട്ടന്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി നമ്മൾ അത് ചെയ്യേ എന്ന് പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്യണം. നീ അത് ചെയ്യേ, നിനക്ക് അത് ചെയ്യാൻ കഴിയും. പക്ഷെ സ്കൂളുകളിൽ നിന്നും അങ്ങനെയല്ല. നീ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ് ഞാൻ ചെയ്യും എന്ന് പറയാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഫാമിലിനെയാണ് സ്കൂളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അശ്വതി പറഞ്ഞോട് ഞാൻ യോജിക്കുന്നില്ല. അശ്വതി പറഞ്ഞ കാര്യത്തിൽ യോജിക്കുന്നില്ല. കാരണം അവരെ പോയിട്ട് അവര് ചെയ്യുന്ന പഠിപ്പിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ അവരിപ്പോ എന്റെ മോന് 6 വയസ്സാണ്. പക്ഷെ അവന്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായി അവൻ ചെയ്യാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അവനിപ്പോ ഒരു സ്നാക്സ് ഓപ്പൺ ചെയ്ത് ആ വേസ്റ്റ് അവൻ ഒരിക്കലും വീട്ടിലിടില്ല. അത് കളക്ട് ചെയ്തിട്ട് എവിടെയാണോ ഡസ്റ്റ്ബിൻ അവിടെ കൊണ്ട് അവൻ ഇടുന്നുണ്ട്. അവന്റെ ഡ്രസ്സ് അവൻ അയച്ച് കുളിക്കാൻ പോകുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അവൻ ലോണ്ടറി ബക്കറ്റിൽ അവൻ ഇടുന്നുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചു ലോണ്ടറി ബക്കറ്റിലാണ് വേസ്റ്റ് തുണി ഇടേണ്ടത്. വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ബോക്സിലാണ് ഇടുന്നത് അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവൻ അതെല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോളില്ല, അവൻ ഒറ്റയ്ക്കാണ് വീട്ടില്. ഈവൻ രാത്രി എന്റെ ഒരു കാര്യം എന്നെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഞാൻ രാത്രി ഒരു പണിയും ഞാൻ ചെയ്യില്ല, മിണ്ടാണ്ട് ഞാൻ പോയി ഇരുന്നോളും. എന്റെ 2 മക്കൾ, മോൾക്ക് 10 വയസ്സും മോന് 6 വയസ്സുമാണ്. രണ്ടുപേരുമാണ് ബാക്കി അവർ കഴിച്ചവിടെ വൃത്തിയാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത് എന്റെ 2 മക്കളാണ്. ഫുഡ് വറ്റുകൾ എടുത്ത് പെറുക്കി അത് കൊണ്ടേ കളയുന്നതും അവിടെ വെള്ളം ഒഴിച്ച് തുടച്ച് അവര് അച്ഛൻ കിടക്കാനുള്ള സെറ്റപ്പ് എല്ലാം ബെഡ് വരെ ഇട്ട് കൊടുക്കുന്നത് എന്റെ മക്കളാണ്. അപ്പൊ ഇതൊന്നും സ്കൂളിൽ അവർ പഠിക്കണം, സ്കൂളിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്താലാണ് ഇന്ന് 2 പേരും ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇവിടെ പഠിച്ചു കൊടുത്തത് അവരവിടെ സ്കൂളിൽ പോയിട്ട് പിന്നീട് അതിൽ ഡെവലപ്പ് ചെയ്യണമെന്നല്ലാണ്ട് ഫസ്റ്റ് ഇവിടെയാണ് ഞാൻ പഠിച്ചു കൊടുത്തത്. സോ അതിലോട് ഞാൻ ആ പറഞ്ഞ കാര്യത്തെ യോജിക്കുന്നില്ല. ഇവിടെ തന്നെ നമ്മൾ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്.
ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് 2 പേർക്കും ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 3 വയസ്സാണ്. അപ്പൊ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യാൻ വൈത്താലെ നടക്കണം, പുറകെ നടക്കണം. നീ അവിടെ കൊണ്ടിട്, നീ പ്ലേറ്റ് എടുത്ത് അവിടെ കൊണ്ടുവെക്ക് എന്ന് ഞാൻ വൈത്താലെ പറഞ്ഞു നടക്കണം. അവരെ മൈൻഡ് അങ്ങനെ ആയത്, ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ അവരെ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നേരെ മറിച്ച് മോള് സ്കൂളിൽ പോയി തുടങ്ങിയാരെ കറക്റ്റായിട്ട് അവളുടെ കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മോളിപ്പോ UKG-യിലേക്കാണ്. അപ്പൊ അവള് ഹോംവർക്കൊക്കെ കറക്റ്റ് ടൈമിൽ അവൾ ചെയ്യുന്നുണ്ട്. അവൾ ആ ബുക്കൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. നേരെ മറിച്ച് അവൾ അംഗനവാടി പഠിക്കുന്ന സമയത്ത് ഞാൻ മോളെ അത് അവിടെ വെക്ക്, ഇവിടെ വെക്ക് എന്ന് ഞാൻ പറഞ്ഞു നടന്നാലും കൂടി അവൾ അത് വെക്കാറില്ലായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഓരോരുത്തരെ ഓരോ കുട്ടികളുടെ മൈൻഡ് മാറി വരുന്ന ടൈമാണ്, ഏജാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കുട്ടിക്ക് ജനിച്ച സമയം മുതലുള്ള കുട്ടീന്റെ ബുദ്ധി വികസിക്കുന്നുണ്ട്, സമയമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടി നമ്മൾ പാരൻസിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളിലും അവളുടെ ഫ്രണ്ട്സുകളുടെ ഇടയിലാണ്. അപ്പൊ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കും. കുട്ടി അഡോപ്റ്റ് ചെയ്യും കുറെ കാര്യങ്ങൾ സ്കൂളിൽ നിന്നും, വേറെ കുട്ടികളെ അടുത്തു നിന്നൊക്കെ കുറെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്കൂൾ തന്നെയല്ലേ കുട്ടീനെ ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ മക്കളെ മൈൻഡ് വെച്ചിട്ടാണ് പറയുന്നത്. അതെ, ഞാനും എന്റെ മക്കളെ ഞാനും വളർത്തിയതാണ്. ഇതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ കുട്ടികൾ പറഞ്ഞ ഏജിന്റെ കാര്യത്തില് ഇതില്ല. ഏജ് പറയണ നമ്മൾ കുട്ടികൾ വളരുമ്പോ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തത് അവര് ചെയ്യും. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവരും നമ്മളെ കണ്ട് അവർ പഠിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് ഇപ്പൊ ചായ കുടിച്ച ഒരു ഗ്ലാസ് എടുത്തു വെക്കുകയാണെങ്കിൽ ഞാൻ എടുത്തു വെക്കുമ്പോൾ അത് അവര് കണ്ട് ശീലിക്കുമ്പോൾ അത് അവര് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ തന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇടണം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവര് പിന്നെ റൂട്ടീൻ. എന്റെ മകള് ഇപ്പൊ അവൾക്ക് ഇപ്പൊ എന്റെ കൂടെ ഇല്ല, പക്ഷെ ഞാൻ വളർത്തുന്ന വരെ അവള് എല്ലാ പണിയും ചെയ്യും വീട്ടിൽ. ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ എന്തൊക്കെ കഷ്ടപ്പെടുന്നു, അവൾക്ക് എല്ലാം അറിയാം. ഞാൻ ഹോട്ടൽ പണി ചെയ്തത് തൊട്ട് എല്ലാം അറിയാം, ചെറുപ്പം തൊട്ട് കണ്ടത് തൊട്ട് എല്ലാം അറിയാം. പക്ഷെ ഫാമിലിയിൽ പഠിച്ചത് കാര്യങ്ങള് സ്കൂളിൽ പോയി അവര് ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മള് എത്രത്തോളം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞ കുട്ടികൾ ചെയ്യും. വയസ്സ് ഇതൊന്നും അതിനിതില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നു. അത്ര ഇതാണ് ഇതില് ഞാൻ ഫാമിലിയോടാണ് ഞാൻ യോജിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ജ്യോതി, അതെന്താ പറയാൻ കാരണം വെച്ചാൽ മക്കളുടെ ജനിച്ച സമയം മുതൽ മക്കൾ ഓരോരുത്തരെ കണ്ടിട്ടാണ് വളരുന്നത്. നമ്മളിപ്പോ എന്റെ മക്കളെ കണ്ടിട്ടാണ് വളരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോ അവര് കൂടുതൽ സമയം, നമ്മളിപ്പോ ജ്യോതി പറഞ്ഞു ഒരു ഗ്ലാസ് എടുത്താൽ അത് ഇവിടുന്ന് അവര് നമ്മളെ മക്കൾ ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടറിയുന്നത് സ്കൂളിൽ പോയിട്ട്, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് സ്കൂളിൽ പോയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അവര് ഒരു ബുക്കൊക്കെ എടുത്ത് കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ സ്കൂളിൽ പോയിട്ട് തന്നെയാണ്. എന്തായാലും നമ്മളൊരു സപ്പോർട്ട് ചെയ്യും, വീട്ടിലൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. അവിടെയല്ല മോളെ വെക്കേണ്ടത്, ഇവിടെയാണ് എന്ന് കൊടുക്കും. പക്ഷെ ഈ സ്കൂളുകളിൽ അങ്ങനെയല്ല. നിന്റെ കറക്റ്റ് സ്ഥലമുണ്ട്, അവിടെ ഇരിക്കണം എന്ന് ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കും. അതല്ല ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത്. സ്കൂളുകളിൽ ഒക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ വീടുകളിൽ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യും അവരെ, മോളെ അത് അങ്ങനെ ചെയ്യേ എന്ന് പറയും. അത് അവരെ കൂടെ ഞാൻ പോകും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ വീട്ടില് നല്ലൊരു ബിഹേവിയർ ഒരു കുട്ടി, നിങ്ങൾ പറഞ്ഞു വീടാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കുട്ടീനെ, ഫാമിലിന് ബേസിക് ആ ഒരു ഡിസിപ്ലിൻ കൊടുക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല സ്വഭാവമായിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. പക്ഷെ നിങ്ങള് വീട്ടിൽ കൊടുത്ത ആ ഒരു സ്വഭാവം സ്കൂളിൽ കാണിക്കുമെന്ന്, ആ ഒരു ഡിസിപ്ലിൻ സ്കൂളിൽ കുഞ്ഞ് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇല്ല. മാറിക്കൊണ്ടിരിക്കും. അതാണ് പറയാൻ വന്നത്. അതാണ് മാം പഠിപ്പിച്ച അതായത് കുട്ടീന്റെ അർച്ചന പറയൂ. അല്ല, അതാണ് മാം പഠിപ്പിച്ച ഒരു കാര്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. പിയർ ഗ്രൂപ്പ്, കുട്ടികളെ പിയർ ഗ്രൂപ്പ് സ്വാധീനിക്കുന്നത് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. കാരണം കുട്ടികളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും
അവരടുത്തിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ മൈൻഡാണ്, അവരങ്ങനെയാണ്. അപ്പൊ അവർക്ക് അവരിൽ നിന്നാണ് കുറച്ചും കൂടി കൂടുതൽ, അവര് സമപ്രായക്കാരിൽ നിന്നാണ് കൂടുതൽ കണ്ടുപഠിക്കുന്നതും. അപ്പം സ്കൂളിൽ തന്നെയാവും. കാരണം ഒരാൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ആൾ നല്ല കാര്യം ചെയ്യുന്നത് ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്ന് ഈ തന്നെ പറഞ്ഞ പറയാം. സെയിം സിറ്റുവേഷൻ ഞാൻ നേരെ തിരിച്ചു അറിയാണ്. വീട്ടില് വളരെ മോശമായ കുട്ടി, ഒരു കാര്യം പറഞ്ഞനുസരിക്കില്ല, ഒരു നല്ല ബിഹേവിയർ ഇല്ല, ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞ് കുട്ടി, വലിയ ക്ലാസ്സിലായിക്കോട്ടെ ചെറിയ ക്ലാസ്സിലായിക്കോട്ടെ, അവൻ പക്ഷെ സ്കൂളില് നല്ല ബിഹേവിയർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അവന് നല്ല ബിഹേവിയർ സ്കൂളിൽ കിട്ടുന്നത്? അത് ആരുടെ സപ്പോർട്ട് മൂലമാണ് കിട്ടുന്നത്? ടീച്ചേഴ്സിനോടുള്ള ഒരു പേടി, ടീച്ചേഴ്സിന്റെ മൂലം അല്ലേ? ടീച്ചേഴ്സിന്റെ ടീച്ചർ വളരെ മോശമാണ് അവൻ, പക്ഷെ സ്കൂളിൽ നല്ല ബിഹേവിയർ ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് പറയാൻ പറ്റും? ഇതിൽ ഏതാണ് അപ്പൊ ഏറ്റവും നല്ല സപ്പോർട്ടിംഗ് ഫാക്ടർ എന്ന്? സ്കൂള് ഞാൻ എപ്പോഴും പറയുന്ന സ്കൂളാണ്. എന്താന്ന് വെച്ചാല് നമ്മളെടുത്തുനിന്ന് മക്കൾ അത് കണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഓലെ ബുദ്ധിന്റെ വളർച്ചക്കനുസരിച്ചാണ് അത് നിലനിർത്താൻ നോക്കുന്നത്. അത് സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയിൽ ബാഡ് ബിഹേവിയർ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നല്ല ബിഹേവിയർ ആണെന്ന്. അപ്പൊ ഫാമിലിയിൽ നിന്ന് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടല്ലേ അവന്റെ ബിഹേവിയർ ഫാമിലിയിൽ ബാഡ് ആയത്. അപ്പൊ ഫാമിലിയിൽ നിന്നല്ലേ അവർക്ക് ഡിസിപ്ലിൻ ഫാമിലി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൊടുക്കാത്തത് കൊണ്ടല്ല, അപ്പൊ അവർ അത്രേ കണക്കാക്കുന്നുള്ളൂ. കുറച്ച് കഴിയും പോലെ ബുദ്ധി വലുതാവുന്നതിനനുസരിച്ചാണ് അത് ഇതുപോലെ റെഡിക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പത്തേക്ക് ഒരു സ്കൂൾ എത്തി, പിന്നെ അവിടുന്ന് കണ്ടോൾക്ക് തോന്നുന്നത് ഇതുപോലെ നിലനിർത്തി കൊണ്ടുവരണം എന്നുള്ളത്. മറ്റേത് വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒരു ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ മാം, ഇപ്പൊ ഒരു നല്ല ടീച്ചറിനെ സംബന്ധിച്ചിട്ട് ആ ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള കുട്ടി അവന് ചിലപ്പോ കുറച്ച് എന്താ ദേഷ്യക്കാരനാവാം, അല്ലെങ്കിൽ വഴക്കിടുന്ന കുട്ടിയാവാം. പക്ഷെ അതിന്റെ പാരന്റ്സ് അന്വേഷിച്ച് വരുമ്പോൾ അവരോടൊരിക്കലും ആ കുട്ടി ഇങ്ങനെയാണ്, മോശമാണ്, അവൻ ക്ലാസ്സിൽ തല്ലിപ്പൊളിയാണ്, അങ്ങനെ പറയുന്നതിനേക്കാൾ ബെറ്റർ അവൻ ക്ലാസ്സിൽ കുഴപ്പമില്ല, നന്നായിരിക്കും, മെച്ചപ്പെട്ടോളും എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ ആ ടീച്ചർ തോന്നണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു ബിഹേവിയറിലേക്ക് പോകുമെന്ന് ടീച്ചറിന് തോന്നിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ വീട്ടിലെങ്ങനെയും ആയിക്കോട്ടെ, സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ ആ ചുറ്റുപാടുമായിട്ട് അവന് ഇണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അവന് നല്ല രീതിയിൽ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഒക്കെ ആണെങ്കിൽ ടീച്ചർ ശരിക്കും ഒരു ടീച്ചറല്ലേ ആ കുട്ടിയെ ഇത് ചെയ്യുന്നത്, കുട്ടിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളാകും എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു പറയുന്നത്. സൊസൈറ്റിയിൽ നല്ല ഫേസ് ഉള്ളവരാണ് ഡൊമസ്റ്റിക് വയലൻസിനെല്ലാം അധികം ഉണ്ടാകുന്നത്. അധികം സൊസൈറ്റിയിൽ നല്ല ഫേസ് ആയിരിക്കും, അത് ഇപ്പൊ പറഞ്ഞ പോലെ സ്കൂളിൽ നല്ല ഫേസ് ആയിരിക്കും, പക്ഷെ ഫാമിലിന്റെ ഉള്ളിൽ ബാഡ് ഫേസ് ആയിരിക്കും. ഡൊമസ്റ്റിക് വയലൻസിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടല്ലേ. പക്ഷെ മിസ്സേ കുട്ടികളെ പറയുന്നതോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം മറന്നുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കുറെ പേര് സ്കൂളിനെ ചെയ്യാതെയും പറയുന്നുണ്ട് അല്ലെ? നിങ്ങൾ ഉണ്ടാവാൻ പോണ ആളാണ്. ഞാൻ പറയട്ടെ മാം, പറയട്ടെ മാം, രണ്ടിനും സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടോ? നമ്മൾ നിങ്ങൾ എന്താകാൻ പോണ ആൾക്കാരാണ്. പ്രൊഫഷനെ വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷൻ പോരാത്ത രീതിയിലാണ് പറയുന്നത് നിങ്ങൾ കേട്ടോ. ഞാൻ ഡിബേറ്റ് ആകുമ്പോ രണ്ട് സൈഡ് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. എന്റെ പിള്ളേരെ ഒരു കാര്യം പറയട്ടെ, 6ൽ ഇത് കൊടുത്തിട്ടേ അവര് പറഞ്ഞുണ്ടല്ലോ, അവര് നല്ല അമ്മമാരായി മാറി. ഒരു ടീച്ചേഴ്സ് അല്ല, പറഞ്ഞു തല്ലി പിടിച്ച് ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നുണ്ടല്ലോ. ഒരു രണ്ടുപേരും അത്ര സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത്, ആ സപ്പോർട്ട് ചെയ്തവരെ അവര് മറികടന്ന് എന്തൊക്കെ പറഞ്ഞു കൂട്ടി ലാസ്റ്റ് ഒരു കണക്കിനാണെന്നൊന്ന് ഡിബേറ്റ് നിർത്തിയുള്ളൂ. പറഞ്ഞിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ഞാൻ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ചു. ഈ ടീച്ചറാ, ഞങ്ങളുടെ ടീച്ചറാണോ പഠിക്കണേ? അപ്പൊ സ്കൂളിനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്. സ്കൂളിലെ ടീച്ചേഴ്സിന് യാതൊരു വിലയും കൊടുക്കാതെ സംസാരിക്കണം. ടീച്ചർമാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കഴിയാറായിട്ടുള്ള ബോധ്യം പറഞ്ഞത്, അയ്യോ ഞാൻ മോണ്ടിസോറി ടീച്ചിങ് പഠിക്കണേയാണല്ലോ ടീച്ചറാണല്ലോ എന്നൊക്കെ.
മാം ഞങ്ങൾ ഞങ്ങള് അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് ടീച്ചറെ. ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അത് ഫോളോ ചെയ്യുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാം. ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നവരോട്, ഫാമിലി ഒരിക്കലും ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയണ്ടേ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പം എന്താ ഈ പെൻസിലോ കട്ടറോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ബാഗിൽ മറ്റൊരാളെ കണ്ടു കഴിയുമ്പോൾ സ്കൂളിൽ, ഞാൻ അടക്കമുള്ള അമ്മമാരുടെ കാര്യമാണ്, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും ജസ്റ്റ് അവരുടെ ബാഗിൽ ഇത് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്നത്, നീ ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്, ഇത് ആരുടെയാ, എങ്ങനെയാ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വഴക്ക് പറയാം. അതേസമയം അവരോട് സോഫ്റ്റ് ആയിട്ട്, അല്ലെ മോനെ ഇത് എവിടെ നിന്നാ കിട്ടിയത്, ഇനി ഇങ്ങനെ ചെയ്യരുത്, കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ആരും ചെയ്യാറില്ല. പെട്ടെന്ന് നമ്മുടെ ആ ഒരു ദേഷ്യത്തിന് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ ചെയ്ത കാര്യം നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യും. പക്ഷെ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അങ്ങനെയല്ല. ടീച്ചർ ചോദിക്കും ഇത് എവിടെ നിന്നാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അവർക്കൊരു സ്പേസ് കൊടുക്കും, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. നിങ്ങൾ ഈ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഈ കുട്ടികളാണ് നല്ലൊരു വ്യക്തികളായി മാറുന്നത് അല്ലെ. നമ്മള് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് നമ്മൾക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല 1 മുതൽ അല്ലെങ്കിൽ KG സെക്ഷൻ മുതൽ 10th വരെ പഠിച്ച നമ്മുടെ ആ ഒരു ബാച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ടീച്ചേഴ്സും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കുട്ടികളുടെയും ജീവിതത്തിന്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിന്റെ സ്വഭാവത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കൂൾ ലൈഫ് തന്നെയാണ്. അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും കുട്ടികൾ മറന്നിട്ടില്ല അല്ലെ. നമ്മളെല്ലാവരും തന്നെ അവിടെ നിന്ന് പഠിച്ച, അതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ സ്വഭാവ സവിശേഷതകളും അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കളഞ്ഞിട്ടാണ് പിന്നീട് ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഏജ് വരെ, നമ്മളിപ്പോ 6th 4 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു കാലഘട്ടത്തിലെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്കൂളായിരിക്കും. ആ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സ്കൂൾ തന്നെയാണ് ഞാൻ അനുകൂലിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പല തരത്തിലുള്ള കുട്ടികളാണ് സ്കൂളിൽ വരുന്നത് അല്ലേ മാം. എന്തെന്ന് പറഞ്ഞാൽ പല ഇല്ലായ്മകളും ഉള്ള കുട്ടികളും എല്ലാവരും ചേർന്നതാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എന്താ പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കഴിവുള്ള പോലെ വളർത്തും, കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ കഴിവില്ലാത്ത പോലെ വളർത്തും. പിന്നെ നമ്മൾ എന്തെന്നെ ആയാലും ഒരു നല്ല ഉള്ളവിടുത്തെ അച്ഛനാണെങ്കിൽ ഇല്ലാത്തവിടുത്തെ അച്ഛനാണെങ്കിൽ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് പറയുന്നത്. അവർ ആ ഓമന കൊടുത്തിട്ട് തന്നെ വളർത്തുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ അവർക്ക് ആ ഒരു സ്വഭാവം വരും. ഇപ്പൊ എന്റെ മോൾ ഇവിടെ ഭയങ്കര കുറുമ്പിയാണ്, പക്ഷെ ഞാൻ സ്കൂളിൽ അത് പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോയപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞത് എന്തു നല്ല കുട്ടിയാണെന്നാണ്. ഞാൻ ഞെട്ടി, ഭഗവാനെ, എനിക്കറിയാം എന്റെ മോളെ കുറിച്ച്. പക്ഷെ അവളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് അവള് ടീച്ചർ ഒന്ന് പറയും, മോളെ ആ എന്താ ടീച്ചറുടെ ബുക്ക് എടുത്തിട്ട് വരൂ എന്ന് പറയുമ്പോഴേക്കും അവൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വരികയാണ്. 4ാമത്തെ നിലയില അവൾ ആക്റ്റീവാണ്. എന്താ പറഞ്ഞാൽ ടീച്ചർക്ക് അവൾ അനുകൂലിച്ച് നിൽക്കണവളാണ്. എന്താ പറഞ്ഞാൽ അവൾക്കത് ഇഷ്ടമാണ്. അപ്പൊ അതൊരു പോസിറ്റീവാണ് അവിടെ. അതുകൊണ്ട് അവൾക്ക് അതിവിടെ നേടാൻ കഴിഞ്ഞത് അവൾ നല്ല കുട്ടി ചെയ്യുന്നത്. അപ്പൊ അവളിൽ ഇതൊരു പോസിറ്റിവിറ്റി വളർത്തും. ഞാൻ ഇവിടെ പറയുന്നത് ഇനി എന്ത് കുറുമ്പ് കാണിക്കുക എന്നാ പറയണത്, പക്ഷെ അവിടെ അവളത് പോസിറ്റീവാണ്. അപ്പൊ ഞാൻ പറയുന്നത് കുഞ്ചാ നല്ല ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പൊങ്ങി. ഇപ്പൊ അവൾക്ക് നല്ല മാറ്റം വന്നു തുടങ്ങി. എന്താണ്, ഓ ഞാൻ നല്ല ആളായി എന്നുള്ള തോന്നല് വന്ന് അവര് നന്നാവുന്നത്. അപ്പൊ സ്കൂളിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവർക്ക് നിറയെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അവർ ഇത് ചെയ്യും. പിന്നെ സമയം, ഈ നാളെ ഹോംവർക്ക് ചെയ്യണം പറയണം, അത് തീർക്കും. നമ്മൾ അമ്മമാര് പറഞ്ഞ് അവർ പറയുന്നവരുണ്ടാകും, പക്ഷെ പകുതിയൊക്കെ കേൾക്കുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ കുറെ സോഷ്യൽ ആക്ടിവിറ്റീസിലെ തൊടി വൃത്തിയാക്കുക, ഗവൺമെന്റ് സ്കൂളൊക്കെ ആണെങ്കിൽ ഗാർഡൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കുറെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വെളിയിൽ മുറ്റം പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുറകുഭാഗം പോലും കാണാത്ത കുട്ടികൾ ഇന്ന് ഈ കാലത്തുണ്ട്. എന്റെ മോള് പുബേർട്ടി ഫംഗ്ഷൻ വെക്കുമ്പോ വീട്ടില് തിരുമ്പണ കല്ലിന്റെ അവിടെ പോയിട്ട് വേണം, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ മാം. അപ്പൊ മോള് ചോദിച്ചു, അമ്മേ ഇവിടെ തിരുമ്പണ കല്ല് എവിടെയാന്ന്. എന്താ പറഞ്ഞാൽ അവള് വെളിയിൽ പോലും അങ്ങനെ ഇറങ്ങാറില്ല ഈ കാലത്തുള്ള ഓരോ കുട്ടികൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ആകുമ്പോൾ ഗാർഡൻ ചെയ്യുക, ചെടികൾ വെക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ കുറെ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇതാവും. സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ അവർ ആ വഴിയിൽ ഏതെങ്കിലും ജോലിയിലോ സെൽഫ് സർവീസ് ചെയ്യുന്ന ജോലിയിലോ അതിലൊക്കെ തിരികെ ഒരു ഭാഗമാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് മാം. ഞാൻ തീർച്ചയായിട്ടും സ്കൂളിനെ തന്നെയാണ് അനുകൂലിക്കുന്നത്. എന്താണ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, ഫസ്റ്റ് ഡിസിപ്ലിൻ ആണ് അവർക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു മാം.
ഓക്കെ, വെരി ഗുഡ്. മീൻസ് വീട്ടിൽ നിന്ന് വികൃതി കളിക്കുന്ന കുട്ടികള് ഏതൊക്കെ പലതരത്തിലുള്ള കുട്ടികളായിരിക്കും വീട്ടിലുണ്ടാവും. പക്ഷെ ഇവരൊക്കെ സ്കൂൾ കൊണ്ട് ചിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വഭാവത്തിൽ ഡിസിപ്ലിനിൽ ഇരിക്കുന്നത് സ്കൂൾ തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങള് പിന്നെ ശരിക്ക് എടുക്കാനോ ഒക്കെ മക്കൾക്ക് പറ്റുന്നത് ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെയാണ്. രക്ഷിതാക്കളെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ അമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മക്കൾക്ക് അമ്മയായിട്ട് വരുന്ന ഈ പറയുന്ന ടീച്ചർമാർ തന്നെയാണ്. ആ ഒരു സ്ഥാനത്തേക്ക് പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. കൂടുതൽ സ്കൂളിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഓക്കെ നിവേദ, ഇനി വേറെ ആരാണ്? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ മാം. പറയൂ ഇന്ദു. എന്റെ ഹസ്ബൻഡിന്റെ വീടിനടുത്തൊരു ട്രൈബൽ സ്കൂളുണ്ട്. അവിടെ കുറച്ച് ഭാഗങ്ങളിൽ ട്രൈബൽസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്റെ മോളെ പ്രീ KG ഞാൻ ആ കൊറോണ ടൈമിലായിരുന്നു, അപ്പോഴും ഒരു 2 മാസം ക്ലാസ് അപ്പൊ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ LKG UKG മാറ്റി. അപ്പൊ ഞാൻ അവിടുത്തെ ടീച്ചറിന്റെ കൂടെ ഇങ്ങനെ ടീച്ചർ എന്നെ വിളിക്കാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ ചേർക്കാനായിട്ട് പറയൂല എന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോ ടീച്ചർ മാറ്റണ്ട അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ടീച്ചർ എന്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവര് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അവിടെ നൈറ്റ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ 10ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയാകട്ടെ മാത്രം 9 A+ വാങ്ങിച്ചത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം കേട്ടിട്ടുള്ളൂ. അവർ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്, നല്ല നൈറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഇവര് വീട്ടിൽ നിന്ന് വരണ സാഹചര്യം, ഇവരെ ഫാമിലി, അവരെ ഫോൺ ഈ കൊറോണ ടൈമിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കുറെ ഫോൺ കൊടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ കൊടുത്തായിരുന്നു ടീച്ചർ. അപ്പോഴത്തേക്ക് ഇവര് വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ ഫോണിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഈ ടീച്ചേഴ്സ് എന്റെ പറഞ്ഞത്. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ടീച്ചർമാർ എത്ര ശ്രമിച്ചാലും ഫാമിലി നല്ലതല്ലെങ്കിൽ ആ കുട്ടികൾ നന്നായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാം. ശരി നീതു. ഇനി വേറെ ആരാണ്? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മോളൊരു ഫ്രണ്ട് ഉണ്ട്. ഓളെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഈ മോള് കണ്ട് വളരുകയാണ്. പക്ഷെങ്കിൽ സ്കൂൾ പോയിട്ട് അത് മദ്രസയിലാണെങ്കിൽ മദ്രസയിൽ നിന്ന് അതിന്റെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് പറയുകയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. അപ്പം ഇതിന് മനസ്സിലാകുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ അത് പ്രശ്നമാണെന്ന് ഈ മക്കൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അത് അതുപോലെ കേട്ടു പോകുന്ന മക്കളല്ല ഇപ്പൊ മക്കൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റി വെച്ച് എനിക്ക് നന്നാവണം, എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്തകളൊക്കെ മക്കൾക്ക് സ്കൂളിൽ എത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, യെസ്. എല്ലാ ടീച്ചേഴ്സ്മാരും ഫുൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്റെ മോനെ അങ്ങനെയായിരുന്നു. എനിക്ക് 2 കുട്ടികളായിരുന്നു. അപ്പൊ മോളിങ്ങനെ മരണപ്പെട്ടു. അപ്പം അവനെ ഒറ്റക്കായി. പിന്നെ അവന്റെ എന്താന്ന് വെച്ചാല് അവന് CBSE സ്കൂൾ പഠിച്ചതാണ്. പിന്നെ അവനെ തന്നെ ഞങ്ങൾ എറണാകുളത്തായിരുന്നു സെറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ അവൻ കുറച്ചൊരു തടി കൂടുതലുണ്ടായിരുന്നു. ഞാനൊരു CBSE സ്കൂളിൽ അന്വേഷിച്ചപ്പം ആ സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഇന്നും എന്റെ മനസ്സിലുണ്ട്, തടിയുള്ള കുട്ടികള് കുറച്ച് ഫാറ്റുള്ള കുട്ടികൾ അടങ്ങി നിൽക്കൂല, പഠിത്തത്തിൽ അത് നല്ലൊരു CBSE സ്കൂൾ ആയിരുന്നു, പഠിത്തത്തിൽ കുറെ പുറകോട്ടായിരിക്കും, അങ്ങനത്തെ കുട്ടി പഠിക്കൂല, അതുകൊണ്ട് ഇവനിക്ക് ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അത്ര എനിക്കൊരു ഭയങ്കര സങ്കടമല്ല. അതാണ് ചില സ്കൂളിലവര് നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ കുറച്ച് തടിയുള്ള കുട്ടികൾ എടുക്കൂല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് അത്ര സങ്കടപ്പെട്ടിട്ട് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നു. തൊട്ടടുത്തുള്ള സ്കൂളിൽ അവനിക്ക് അഡ്മിഷൻ കിട്ടി. അതേ ലെവലിൽ പോകുന്ന ഒരു സ്കൂൾ തന്നെയായിരുന്നു. അവന് ഇന്ന് SSLCക്ക് ഫുൾ മാർക്ക് മേടിച്ച്. അവനിക്ക് ആ മൈൻഡില് ആ മോള് ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു മൈൻഡായിരുന്നു അവൻ്റെത്. അപ്പോൾ സ്കൂളിൽ ഭയങ്കര വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എപ്പോഴും ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ്മാർ നെഗറ്റീവ് കമന്റ് ആവുന്നു. പക്ഷെ അവനിക്കൊരു സാറുണ്ടായിരുന്നു, ആ സാർ എപ്പോഴും അവനോട് പറയും, അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ അവന് SSLC 10ാം ക്ലാസ് എത്തിയതിനു ശേഷം അവനിക്ക് മാർക്ക് ഭയങ്കര മോശമായിരുന്നു. മോഡൽ എക്സാമിന് മാത്സിനൊക്കെ 2, 3 മാർക്കൊക്കെ വാങ്ങും. ഞാനിവിടെ വന്നിട്ട് സങ്കടപ്പെടും. മീറ്റിങ്ങിന് പോകുമ്പോൾ ഇവനെ പറ്റി എപ്പോഴും പരാതികളേ ഉള്ളൂ. പക്ഷെ അതാ പറയുന്നത്, എല്ലാ ടീച്ചേഴ്സ്മാരും എപ്പോഴും ഈ നെഗറ്റീവ് തന്നെ ആ കുട്ടിനോട് പറയും, നീ പഠിക്കൂല, നിന്റെ കളി അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുട്ടി ആ ഒരു ലെവലിലായിപ്പോയി, അവന്റെ മൈൻഡ് അത് തന്നെ ആയിപ്പോയി. അപ്പൊ ഒരു സാറ് മാത്രം, ആ സാറ് നല്ല ഹെൽപ്പ് ചെയ്തു, അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അവന് പിന്നെ SSLCക്ക് ഫുൾ 9 A+, ഒരു 7 മേടിച്ചു. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യില്ല. ഇത് എനിക്ക് അനുഭവം ഉണ്ട്. എല്ലാ ടീച്ചേഴ്സ്മാരും ഒരേപോലെ ചെറിയൊരു നെഗറ്റീവ് കാണുമ്പോൾ അവരത് വലുതാക്കി കുട്ടികളെ ഇതാക്കുന്ന, അവരെ മൈൻഡേ മാറ്റിക്കളയും. അവന് ഭയങ്കര വികൃതിയെല്ലാം ആയിരുന്നു അന്നേരം. ഇന്ന് അവന് കുറെ നല്ല, വീട്ടിൽ ഭയങ്കര വികൃതിയാണ്. പക്ഷെ അവന് ആ കോളേജിൽ ഇപ്പം ബാംഗ്ലൂരാ പഠിക്കുന്നത്. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല സൈലന്റ് ആണ്. ഭയങ്കര വികൃതിയാണ്. അപ്പൊ അതാണ്, ആരും ഒരാൾ മതി. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സ്മാരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചില സ്കൂളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ കുട്ടികൾ എടുക്കൂല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടായി, എനിക്ക് പേരൻസിന് എത്ര വിഷമം ഉണ്ടായി. അതാണ് എല്ലാ സ്കൂളിൽ നിന്ന്, എല്ലാ സ്കൂളും ഇപ്പൊ അങ്ങനെയല്ല, പണ്ടത്തെ പോലെയല്ല.
സ്കൂളിലുള്ള അവിടെയുള്ള ടീച്ചേഴ്സ്മാരായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാത്തിനും കുട്ടികളൊപ്പം നിൽക്കുന്നില്ല. അതൊരു നെഗറ്റീവ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് മിക്കവരും ഫാമിലി സ്കൂളും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ? എത്ര പേര് ഇതില് ഞാൻ ചോദിക്കുന്നവര് മാത്രമാണ്. എത്ര പേരിന് ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കമ്പിട്ടാ മതി. റീജ, ശ്രുതി, നഫ്ല, സുലൈഖ, റഷീദ, അസ്രിഫ, ഈബ്രു, നസീത, റിജ, ജോബി. ഓക്കെ, എത്ര പേര് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു? സ്കൂൾ ശ്രുതി, നികിത, എല്ലാവരും, സുധീത, സുമയ, രമ്യ, ഇന്ദു, രഞ്ജിത, ചന. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ കൺഫ്യൂസ്ഡ് ആകണം അല്ലെ? എന്ത് പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഷെയർ ഓക്കെ, തന്നെയാണ്. അതായത് ഓരോരുത്തരുടെ നമ്മളെല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും എന്താണ് ഓരോ ബിഹേവിയർ എവിടെ നിന്നാണ്, ഡിസിപ്ലിൻ എവിടെ നിന്നാണെന്നുള്ളത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ കിട്ടുന്നത്. അതിപ്പോ സ്കൂളായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്കൂളാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് സ്കൂൾ ലൈഫ് തുടങ്ങി, അതായത് 10th തുടങ്ങിയുള്ള സമയങ്ങളിൽ +2, ഡിഗ്രി, ബി.എഡ്, PG തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലൊക്കെ എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടീച്ചേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ഒരു വയസ്സിൽ എനിക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു കാരണത്താൽ തന്നെ ഞാനതൊന്നും സ്കൂളുകളിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് ടീച്ചേഴ്സിനൊക്കെ അറിയാം. ആദ്യം ചെറിയ സ്കൂളിലെ ടീച്ചർമാർക്ക് കുറവ്, ബാക്കിയായിരിക്കും അറിയാം. പക്ഷെ എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അധ്യാപകരോടൊരു എന്താ പറയാ, ഒരു ആർത്തി എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. എല്ലാ ടീച്ചേഴ്സും, സബ്ജക്ട് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് അടുക്കാനുള്ള ഒരു ശ്രമം. കാരണം എനിക്ക് വേറൊരാൾ പറഞ്ഞു തരാനോ സപ്പോർട്ട് ചെയ്യാനോ ഇല്ല. അപ്പൊ എനിക്ക് ടീച്ചർ വേണം, ടീച്ചർ പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് ശരി എന്നുള്ളൊരു പക്ഷെ എന്റെ എല്ലാ അധ്യാപകരും എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും എനിക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഈവൻ സൈക്കോളജി ടീച്ചേഴ്സ് വരെ, സൈക്കോളജി പഠിപ്പിച്ച ടീച്ചർമാർ വരെ വളരെ ഉള്ളം തൊട്ടറിഞ്ഞ ടീച്ചർമാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ആ ടീച്ചേഴ്സ് തന്ന ഒരുപാട് ബിഹേവിയേഴ്സ് ഉണ്ട്. ടീച്ചർമാർ പറഞ്ഞ ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം. പക്ഷെ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നത് ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും നിനക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ച എല്ലാ ബിഹേവിയേഴ്സും നമുക്കൊരു പേഴ്സണാലിറ്റി എല്ലാവർക്കും ആസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ചിന്തകളും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് മാറ്റാനായിട്ടുള്ള കപ്പാസിറ്റി നിനക്ക് വേണം എന്ന് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് വന്ന ടീച്ചേഴ്സ് ആരും ഒരു മോശം അനുഭവം എനിക്ക് തന്നിട്ടില്ല. എല്ലാ ടീച്ചേഴ്സിൽ നിന്നും കാര്യം പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ട് ചീത്തയും പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും ആരെയൊക്കെ ഒരു ബാഡ് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയുള്ള എല്ലാ ടീച്ചേഴ്സും. സാറുമാരായിക്കോട്ടെ, ഇവൻ ടീച്ചർമാരെ മാത്രമല്ല സാറുമാർ, വളരെ ഡിഗ്രിയിൽ പഠിപ്പിച്ച സാറുമാരൊക്കെ, അത് ശരിക്കും അവരെയൊക്കെ അച്ഛന്റെ സ്ഥാനത്ത് നോക്കാം, നമുക്ക് ഒരിക്കലും ടീച്ചർമാരായിട്ട് തോന്നിയിട്ടില്ല അവരെ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും അഫക്ട് ചെയ്തൊരു ഫാക്ടർ, എന്നെ സ്വാധീനിച്ചൊരു ഘടകം എന്ന് പറഞ്ഞാൽ എന്റെ സ്കൂൾ തന്നെയാണ്. സ്കൂൾ കാലഘട്ടം മുതല് ഇപ്പൊ ഇവിടെ വരെ, ഇവിടെ സ്മാർട്ട്സി വരെ, സ്മാർട്ട്സിന്റെ ബാക്കി ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവ് ആണ്. എപ്പോഴും നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ടീച്ചർമാര് അത് ഒരിക്കലും നമുക്ക് സംസാരിച്ച് പറയാൻ പറ്റില്ല. ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ ആ ഒരു കാര്യത്തില്. അതേപോലെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് എല്ലാവരും. ഇപ്പൊ ഇവിടെ ഏറ്റവും അടുപ്പാണെങ്കിൽ സ്റ്റുഡൻസ് ആണ്, എങ്കിൽ കൂടിയും ബാക്കി എല്ലാ ടീച്ചേഴ്സും. എന്നാലും നമ്മളെപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം അല്ലെ. അപ്പോ ഈ ഡിബേറ്റിൽ എനിക്ക് പറയാവുന്നുള്ളത്,
എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സ്കൂള് തന്നെ എനിക്ക് ഫാമിലിയിൽ നിന്നൊരു നല്ല രീതി കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ തന്നെ. അപ്പൊ നമ്മള് ഓരോരുത്തരും വ്യത്യസ്തരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആസ് യൂഷ്വൽ എങ്ങനെ പറയുള്ളൂ, ഫാമിലിനെ പറയുള്ളൂ അല്ലെ. നിങ്ങളുടെ കുട്ടികളാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, പറയും ഫാമിലി തന്നെ. ഇൻ കേസ് ഇതേപോലെ എന്റെ അനുഭവം ഉള്ളവരാണെങ്കിൽ പറയും സ്കൂളാണ് ടീച്ചറെ ബെറ്റർ എന്ന് പറയുന്നത്. അല്ലെ, നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താക്കുന്നതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയത് ആരായിരിക്കുള്ളൂ? അധ്യാപകർ തന്നെയാണ് അല്ലെ. കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലി ആസ് എ ഫൗണ്ടർ സമ്മതിച്ചു, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒരു പണി നല്ല കാര്യങ്ങൾ ഏത് ദിശയിലൂടെ പോകണമെന്നൊക്കെ പറഞ്ഞു തന്നത് ആരായിരിക്കും? അധ്യാപകർ തന്നെയാണ് അല്ലെ. സ്കൂൾ അന്തരീക്ഷം തന്നെയാണ്, അല്ലെങ്കിൽ അധ്യാപകർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളവരാണ് നമുക്ക് അതിലേക്ക് സ്വാധീനിച്ചിട്ടുള്ളത്. കുറെ പേരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. പഴയ കാലഘട്ടങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സ്കൂൾ തന്നെയാണ്. ഇനിയിപ്പോ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തവരാരും ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഫാമിലി ഏറ്റവും നല്ലൊരു സപ്പോർട്ടറാണ്. ഫാമിലിയുടെ സപ്പോർട്ടാണ് ചെയ്താലും മുഴുവൻ വേണ്ടത്. അധ്യാപകർ ഇങ്ങനെ ഓരോ വർഷം തോറും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കൂടെ അന്ന് എന്നും ആരാ ഉണ്ടാകുന്നത്? ഫാമിലി തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ നല്ല വഴിക്ക് നയിക്കാനായിട്ട് പറ്റുന്നത്, നല്ല നിർദ്ദേശങ്ങൾ തരാൻ പറ്റുന്നത് എന്നും അധ്യാപകർക്കാണ്. നമ്മുടെ മഹാരാഷ്ട്രയിൽ നല്ലൊരു സാറ് ഉണ്ടായിരുന്നു. സാറ് വെറുതെ നോക്കിയാൽ പോലും നമുക്ക് വളരെ ആശ്വാസമാണ്. സാറിന്റെ ചെറിയ വാക്കുകള് മൂളല് പോലും നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് തോന്നും. പിന്നെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നമുണ്ട് സാറിനായിട്ട് പോയി പറയാം. എപ്പോ വേണമെങ്കിലും സാറിനോട് സംസാരിക്കാം. സാറും അതിനുള്ള കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ തരും. അങ്ങനെ നല്ല അധ്യാപകരുടെ കൂടെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ പഠിപ്പിച്ച കുറെ കാര്യങ്ങള് കോളേജിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളായിക്കോട്ടെ ഇവിടെയൊക്കെ നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്ത് ചോദിച്ചത്. നിങ്ങൾ അതേപോലെ എന്റെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ചുപേര് സ്കൂളിനെ സപ്പോർട്ട് ചെയ്തു അല്ലെ. ഈ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും നല്ല ഫാമിലി ഉള്ളവരാണ്. ഓരോരുത്തരും എടുത്തു നോക്കിയാൽ അറിയാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായവർക്ക് മാത്രമേ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാരന്റ്സ് ഡീൽ ചെയ്യണ പോലെ ഇരിക്കും ടീച്ചേഴ്സിന് കിട്ടുന്ന സപ്പോർട്ട്. നമ്മുടെ കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് ടീച്ചർ നല്ലത് എന്ന് തരം തിരിച്ചറിയണമെങ്കിൽ അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നെ പറ്റുള്ളൂ. ഈ സ്കൂള് സപ്പോർട്ട് ചെയ്തവരെല്ലാം നല്ല അമ്മമാരും നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. എടുത്തെടുത്ത് ഞാൻ പറയാം, ഒരുപാട് അനുഭവമുള്ള അമ്മമാർക്ക് നല്ല ടീച്ചർ ആവാൻ പറ്റുള്ളൂ. ടീച്ചർ പറഞ്ഞു എനിക്ക് എല്ലാ ടീച്ചേഴ്സും നന്നായിരുന്നു. ആ ടീച്ചേഴ്സ് എല്ലാവരും നല്ല അനുഭവങ്ങളുള്ളവരായിരിക്കും. ഒരേപോലെ പിള്ളേരെ സ്നേഹിക്കണവരായിരിക്കും. എല്ലാ ടീച്ചേഴ്സും ഒരേപോലെയല്ല. ഈഗോ ക്രാഷ് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. എല്ലാവരും ഓപ്പൺ അല്ല. അപ്പൊ അതുകൊണ്ട് അത്ര ഓപ്പൺ ഞാൻ പറഞ്ഞത് എന്നെ പഠിപ്പിച്ചവരിൽ എനിക്ക് ആരുടെയും പിന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നല്ല ഫാമിലി സപ്പോർട്ടുള്ള പിള്ളേരെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് ചില ഫാമിലിയിൽ പാരന്റ്സ് ഒരിക്കലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ടീച്ചർ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതായത് അച്ഛനും അമ്മയൊക്കെ വേറെ ഒരു രീതിയിലായിരിക്കാം. അപ്പൊ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടും ഫാമിലി കിട്ടില്ല. പക്ഷെ അവനെ ഒരു എവിടെയെങ്കിലും എത്തിച്ചേർക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു അധ്യാപകരുടെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ ചെയ്ത ഒരുപാട് ടീച്ചേഴ്സിനെ നമുക്കറിയാം. അങ്ങനെയും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സിറ്റുവേഷൻസിലും വന്നിട്ട് അപ്പോഴും ആ ടീച്ചർക്ക് നല്ല അമ്മ മനസ്സുണ്ടെങ്കിൽ ആ കുട്ടീനെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 100% പറയണേ, ഏറ്റവും നല്ല അമ്മയ്ക്ക് ഏറ്റവും നല്ല ടീച്ചർ ആവാൻ പറ്റുള്ളൂ. ഇതുവരെ എന്റെ മോന്റെ ക്ലാസ് ടീച്ചേഴ്സിനെ എടുത്തു നോക്കി പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയണത്. എന്റെ ടീച്ചേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ പറയാം, നല്ല മനസ്സുള്ള അമ്മയ്ക്ക് മാത്രം, നല്ലൊരു അച്ഛനായ ടീച്ചർക്ക് മാത്രം അതേ നല്ല സാറാവാറുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിനെ എടുത്തു നോക്കിയാലും എയ്ഡഡിലെ സ്കൂളിൽ എടുത്തു നോക്കിയാലും നമ്മുടെ ലഹരിനെ എടുത്തു നോക്കിയാലും എവിടെയാ കൂടുതൽ നടക്കണമെന്ന് വെച്ചാല് അത് എടുത്തു പറയണം. ടീച്ചേഴ്സ് വേണമെങ്കിൽ അത് ഒതുക്കും റെപ്യൂട്ടേഷന് വേണ്ടി, സ്കൂളിന്റെ പേര് കളയാതിരിക്കാൻ. പക്ഷെ ഫാമിലിയില് അമ്മമാര് ഒരിക്കലും തന്റെ മക്കളെ ചീത്തയാക്കില്ല. അവരത് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കും, നന്നാക്കിയിരിക്കും. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമുക്ക് സമയം കഴിഞ്ഞു. ഡിബേറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത് അടിയാവുമെന്നാണ്, പക്ഷെ അടിയൊന്നും ആയില്ല. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ട് മാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ആരാണ്?
പറയൂ. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് നിനക്ക് തോന്നുന്നത് അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും, പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം ഐ ആം ഡിഫറെന്റ്. സൈൻ ഔട്ട് ബൈ സെലീന ഫ്രം പാലക്കാട്. താങ്ക് യു മാം ഫോർ യുവർ വണ്ടർഫുൾ ഡിബേറ്റ് ക്ലാസ്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലായി. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ അറിയാം. നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പറയാനൊക്കെ നിങ്ങളിപ്പോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ വാക്കുകളൊക്കെ സൂക്ഷിക്കുന്നതിനൊക്കെ വ്യത്യാസം, പറയുന്നതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ സംസാരിച്ചപ്പോ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ നോർമൽ ലാംഗ്വേജിലാണ് നിങ്ങൾ സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്ന് സംസാരിക്കാൻ അറിയാം, എങ്ങനെ പറയണം, എവിടെ പറഞ്ഞു നിർത്തണം. അത് തന്നെയൊക്കെ കണ്ടില്ല, തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിരുന്ന ആളാണ്. പറയാനുള്ളതൊക്കെ തന്നെ പഠിച്ചു. എല്ലാവരും കേട്ടോ, എല്ലാവരും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു. ഞാൻ 6 മാസം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാം. അപ്പൊ അവര് പറയും എന്തെങ്കിലും ടോപ്പിക് തരുന്ന പറയാൻ പറയുമ്പോ എനിക്ക് പേടിയാണ്. നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലല്ലോ മാം. ഇപ്പൊ സത്യം പറഞ്ഞാൽ